ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്ത് 3 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഈ വീട് വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്ത് തന്നെയാണ്. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. മാത്രമല്ല എടപ്പള്ളിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. കൂടാതെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. 4 കോർണറിലായിട്ട് CCTV ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വില്ലകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതിലിന് ഒരേ പാറ്റേണാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് LED ലൈറ്റുകൾ വരുന്നുണ്ട്, ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, CNC കട്ടിങ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉടനീളം ഒരേ പാറ്റേൺ ആകുമ്പോൾ അതിനകത്ത് പ്ലാന്റർ ബോക്സിനകത്തുള്ള ചെടികൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഈ കോമ്പൗണ്ട് കാണാൻ. ഇനി നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. വലിയൊരു വാഹനം, അതായത് SUV സെഡാനും ആയിക്കോട്ടെ, ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. അതുകൂടാതെ ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ചെടി നടാനുള്ളൊരു സ്പേസ് നമുക്ക് വേക്കൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നോർത്ത് സൈഡിലേക്കാണ് വരുന്നത്. നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വരുന്നുണ്ട്. അവിടെയും പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തും അടുക്കള വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് നല്ല നീളത്തിലാണ് വന്നുള്ളത്. ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് വരികയാണ്. ഇപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. സിംഗിൾ പീസ് ഡോറാണ് വന്നുള്ളത്. അതും നല്ല മരത്തിൽ തന്നെ. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. ഇങ്ങനെ കോർണർ സെറ്റീസ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. 3 പാളി ജനൽ സൗത്ത് സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈസ്റ്റ് സൈഡിൽ വലിയ ജനലാണ് വന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കോർണർ സെറ്റ് ഇടാം, ടീപ്പ് ഇടാം. TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ക്യാമറയുടെ DVR യൂണിറ്റും മറ്റുമൊക്കെയാണ് താഴെ ഇരിക്കുന്നത്. അതുകൂടാതെ മേലെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇരുവശങ്ങളിലായിട്ടും ഒരു വുഡിൻ്റെ ടെക്സ്റ്റിലൊരു PVC ലാമിനേഷൻ വരുന്നുണ്ട്. ഈ ലാമിനേഷൻ വർക്ക് തന്നെയാണ് ഫാൾ സീലിങ്ങിലും കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, വുഡിൻ്റെ ബീഡിങ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഈ ഡൈനിങ്ങിൻ്റെ എൻട്രൻസിന് 2 വശങ്ങളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മൈക്ക ലാമിനേഷനാണ് വന്നുള്ളത്. മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഡിസൈൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. കയറി വരുന്ന ഭാഗത്താണെങ്കിൽ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഓരോ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഒതുങ്ങി മാറി ആയതുകൊണ്ട് തന്നെ ഈ സ്പേസ് പൂർണ്ണമായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ്. മാത്രമല്ല ഇനി വാഷ് കൗണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലൊരു കൗണ്ടർ ഇട്ടിട്ടുണ്ട്. കൗണ്ടർ ടേബിൾ കൊടുത്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെറേന ഫിറ്റിങ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു മിറർ വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. മൈക്ക ലാമിനേഷനാണ് വന്നുള്ളത്. ഒരു ടീക്ക് വുഡിൻ്റെ ഡിസൈനാണ് ഫുള്ള് കൊടുത്തുള്ളത്. സ്റ്റെപ്പിൻ്റെ ഡിസൈനും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൻ്റെ സ്ഥാനം പ്രധാനമാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയാണ് കിച്ചൺ വന്നുള്ളത്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഉടനീളം പവർ പോയിന്റുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഗ്രാനൈറ്റിൻ്റെ ഡിസൈനും ഭംഗിയുള്ളൊരു ഗ്രാനൈറ്റ് ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് അക്വാഗാർഡിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. നല്ലൊരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. കൗണ്ടറിന് താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പൺ കൗണ്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. ഈ കൗണ്ടറിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വർക്ക് പോകുന്നുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ബോക്സുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല പ്ലാന്റ്സുകൾ നമുക്ക് അവിടെയും വെക്കാവുന്നതാണ്. അപ്പം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് വരുന്നത് നോർത്ത് സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് നോർത്ത് സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഫാൾ സീലിങ്ങിൻ്റെ വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലായിട്ട് വുഡിൻ്റെ ബീഡിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം.
മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പം ഹെഡ് പൊസിഷൻ വരുന്ന ഭാഗത്തും അതായത് ബെഡ് വരുന്ന ഭാഗത്തും ഒരു ടൈലിന് കളർ പാറ്റേണിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ടൈല് മാറ്റ് വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തുള്ളത്. വാൾഡ്രോബ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും നല്ലൊരു മിററും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്കൊന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, കൂടാതെ സിറയുടെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. കൺസീൽഡ് ഫ്ലഷ് വാൽവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാങ്ക് നിറയാനുള്ള സമയത്തിൻ്റെ ആവശ്യമില്ല. വീണ്ടും നമുക്ക് ഫ്ലഷ് ചെയ്യാനുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഫ്ലഷ് വാൽവിനുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. അതായത് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലിലാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ മേലേക്ക് കയറാം. അപ്പർ ലിവിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന എൻട്രൻസ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നിന്ന് കാറ്റും മറ്റു മഴയും വരാതിരിക്കുന്നതിന്, അത് അകത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതും പോളികാർബണേറ്റ് ഷീറ്റ് വെച്ച് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. അതിലും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന എൻട്രൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നല്ലൊരു TV സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റായിട്ട് വാം LED സ്ട്രിപ്പുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുള്ളത്. ഇത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 12.5 അടി നീളവും 11 അടി വീതിയുമാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന അതേ ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. എല്ലാം സിറയുടെ ഫിറ്റിങ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് വാൽവ് വരുന്നുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ, റെയിൻ ഷവർ എന്നിങ്ങനെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഈസ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസ് വലിപ്പമുള്ള വിൻഡോസ് തന്നെയാണ്. ഫാൾ സീലിംഗ് വർക്കിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ് വന്നുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 10 അടി വീതിയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുള്ളത്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വയ്ക്കാം. അതിന് പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈനും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അലക്കി വിരിച്ചിട്ടാനുള്ള ഏരിയ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. അത് സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റായിട്ട് വന്നിരിക്കുന്നത് വാം ലൈറ്റ് തന്നെയാണ്. അപ്പോൾ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ബാൽക്കണിയും കൂടിയാണ്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടത്. നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നല്ലൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന 3 ബെഡ്റൂമിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. 1650 സ്ക്വയർ ഫീറ്റ്, 3 BHK പ്ലസ് ഒരു യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 70 lakhs ആണ്. അത് നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വില്ലയിൽ തന്നെ 4 BHKയും അവൈലബിൾ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.